പ്രിയപ്പെട്ടവരെ, ഇന്നൊരു സേവനത്തിൻ്റെ പരിപാടിയില്ല. സേവനം എന്താണെന്ന് കാണിക്കാം. നല്ല ഭാരമുണ്ട്. ഇതേ നമ്മുടെ സിൽവർ വുഡ് കൺസ്ട്രക്ഷൻ കമ്പനി നൽകിയ പെയിൻറ്റാണ്. രാവിലെ അങ്ങോട്ട് പോവാം. സേവനം എന്താണെന്ന് അങ്ങോട്ട് ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഗവൺമെൻറ് SNDP UP സ്കൂൾ വല്ലന, മോനും മോളും പഠിച്ച സ്കൂളാണ്. ഇനി മോന് മറ്റൊരു സ്കൂളിലേക്ക് ചേരുക. ഇവിടെ 7ാം ക്ലാസ് വരെ ഉള്ളായിരുന്നു. ഇനി 8ാം ക്ലാസ്സിലേക്ക് പുതിയ സ്കൂളിലേക്ക് മാറി. ഇനി മോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ പെയിൻറ്റുമായിട്ട് വന്ന എന്തിനാണ് ഇപ്പം ഏകദേശം രൂപം മനസ്സിലാക്കി കാണുമല്ലോ. ഈ കാണുന്ന ഈ സ്കൂൾ കെട്ടിടം ഉപയോഗിക്കാതെ കിടന്ന 2-3 മുറികളാണ്. അപ്പോൾ ഇന്ന് ഇത് ടീച്ചർമാരൊക്കെ അവിടെ നിന്ന് തൂത്തുവാരലും കഴുകലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് അതൊന്ന് പെയിൻറ് ചെയ്യാൻ പോവാം. അപ്പോൾ ബാക്കി ഇനി പെയിൻറ്റിങ് തുടങ്ങുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ സാരഥി സജീവ് കാര്യത്തോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പു ഉണ്ട്. അപ്പോൾ അപ്പു കലാപരിപാടി തുടങ്ങിയിട്ടുണ്ടേ. നല്ല മഴയാണ്. ടീച്ചർ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ബർത്ത്ഡേ കുട്ടിയുണ്ട് സ്കൂളിൽ കേട്ടോ. ഞങ്ങളുടെ കൂടെ ഇന്ന് പെയിന്റിങ്ങിന് വന്ന. ഇന്ന് ഹാപ്പി ബർത്ത്ഡേ അല്ലേ? കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ്ട് കസേര ഇരിക്കുന്നു. കേക്ക് വാങ്ങിച്ച് ഇന്നിവിടെ സ്കൂളിൽ വെച്ച് ഞങ്ങൾ ഇന്ന് കേക്ക് മുറിക്കുക. അല്ലേ മോളെ? ഉണ്ടോ? ഇത് നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണേ. ഇതെന്തുവാ അഴുക്ക് വെള്ളം ഒഴുകി പോകാൻ റെഡിയാക്കുവാണോ? കൊള്ളാം. അവസ്ഥ കേട്ടോ മുറിയുടെയൊക്കെ. square feet ഷെഡ്
നമ്മളുടെ ഹെൽമെറ്റ് ബാഗ് ഇതൊക്കെ അവിടെ സൂക്ഷിക്കണമെന്നുണ്ട്. അതിന് കാവൽപ്പല എല്ലാം പണിയുന്നുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ തിരക്കണം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും 50 രൂപ 20 രൂപ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പെയിൻറ്റിങ് പരിപാടി കഴിഞ്ഞു. കണ്ടോ, നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അത്യാവശ്യം. നമ്മുടെ ഏതനും സിൽവർ വുഡ് കമ്പനിക്കും നന്ദി. നമ്മുടെ സ്കൂളിൻ്റെ പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് അവധി പോലും എടുക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. എന്തായാലും നമ്മളിന്ന് രാവിലെയാണ് തീരുമാനിച്ച. അവളോട് ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ ഇന്ന് സ്കൂളിൽ വെച്ചൊരു കേക്ക് മുറിച്ച്, കാരണം അധ്യാപകരെല്ലാം ഉണ്ടല്ലോ. അത് വീണ് കിട്ടുന്നൊരു ഭാഗ്യമാണ്. കാരണം ഈ അവധി സമയത്ത് കുഞ്ഞെപ്പോഴും പറയും അവധി സമയം ആയതുകൊണ്ട് ഒരു കൂട്ടുകാർക്കൊരു മുട്ടായി പോലും മേടിച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ ഇന്ന് അത്യാവശ്യമുള്ള സ്കൂളിലെ ടീച്ചർമാരും നമ്മുടെ ചേച്ചിമാരും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കിന്ന് ഇവിടെ വെച്ചതങ്ങ് ആഘോഷിക്കാം അല്ലേ? എന്നാ മുറിച്ചോ. ആ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അക്ഷര, ബർത്ത്ഡേ ടു യു. അടിപൊളി. നീ കൊടു. ഞാൻ കൊടുക്കണോ? മതിയോ? നീ മുറിച്ചെല്ലാവർക്കും കൊടു. അപ്പോൾ ഞങ്ങളുടെ പെയിൻറ്റിങ് പരിപാടി തീർന്നു കേട്ടോ. എല്ലാവരും കൂടെ ചേർന്ന ടീച്ചർമാരും ഇവിടുത്തെ കുട്ടികളെ കൊണ്ടുപോകുന്ന സജീവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ്. ഇതിനിടയ്ക്ക് പെങ്കിയുടെ ബർത്ത്ഡേയും ഞങ്ങൾ ഇവിടെ വെച്ച് ആഘോഷിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഓക്കേ.